ഇന്നത്തെ കാലത്ത് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രീൻ ടൈമും കൂടുന്നുണ്ട്. പക്ഷേ കാഴ്ചശക്തി കുറയുന്നു എന്ന് പലരും പരാതി പറയാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഡ്രൈ ഐയുടെ പ്രശ്നങ്ങൾ, ചിലർക്കാണെങ്കിൽ ബ്ലേഡ് വിഷൻ, ചിലർക്കാണെങ്കിൽ കണ്ണിന് വേദന. എന്നാൽ ഒരു നല്ല വാർത്ത എന്തെന്നാൽ നമുക്ക് ചുറ്റും തന്നെ നമ്മളുടെ കാഴ്ചശക്തിയെ സംരക്ഷിക്കാനായിട്ട് ഉള്ള മികച്ച ഭക്ഷണങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മളുടെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന 7 ഭക്ഷണങ്ങളെ പറ്റിയാണ്. ഒന്നാമത് പറയുന്നത് ക്യാരറ്റിനെ പറ്റിയാണ്. കാഴ്ചശക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ഓർക്കുന്ന ഈ ക്യാരറ്റിനെ തന്നെയാണ്. ഇതിലുള്ള ബീറ്റ കാരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് മാറിയിട്ട് നമ്മളുടെ റെറ്റിനയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പിന്നെ രാത്രി കാഴ്ച കുറയുന്നത് തടയാനും നമ്മളുടെ ഡ്രൈ ഐയുടെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ദിവസവും ഒരു ക്യാരറ്റ് നമുക്ക് പച്ചയായിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ആയിട്ടോ കഴിക്കാം. രണ്ടാമത് പറയുന്നത് ചീരയും മുരിങ്ങയിലയും. ഇവയിലുള്ള ലൂട്ടിൻ പിന്നെ സിയാസാന്തിൻ എന്നീ ഘടകങ്ങൾ നമ്മളുടെ കണ്ണിലെ ബ്ലൂ ലൈറ്റ് ഡാമേജിൽ നിന്നും സംരക്ഷിക്കുന്നു. പിന്നെ സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്ക് ഇത് വളരെ പ്രധാനമായിട്ടും കഴിക്കേണ്ടുന്നതാണ്. പിന്നെ കാറ്ററാക്ട് പോലുള്ള പ്രായ സംബന്ധമായ പ്രശ്നങ്ങൾ വൈകിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. മൂന്നാമത് പറയുന്ന മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയിലുള്ള ലൂട്ടിൻ പിന്നെ സിയാസാന്തിൻ, സിങ്ക് ഇതൊക്കെ നമ്മളുടെ റെറ്റിനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. നൈറ്റ് വിഷൻ മെച്ചപ്പെടുത്താനും നമ്മളുടെ കണ്ണിന്റെ സ്ട്രെയിൻ ഒക്കെ കുറയ്ക്കാനുമായിട്ടും ഒക്കെ ഇത് സഹായിക്കും. ദിവസം ഒരു മുട്ട നമുക്ക് കഴിക്കാം. കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം മുട്ട കഴിക്കുക. നാലാമത് മീൻ. മത്തി, സാർഡൈൻ പോലുള്ള മീനുകളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രൈ ഐ സിൻഡ്രോം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മളുടെ കണ്ണിലെ രക്തപ്രവാഹം മെച്ചപ്പെടുത്താനും റെറ്റിനയുടെ ആരോഗ്യത്തിനൊക്കെ ഇത് ഗുണം ചെയ്യുകയും ചെയ്യുന്നു. ആഴ്ചയിൽ നമുക്കൊരു 2-3 പ്രാവശ്യം നമ്മളുടെ ഡയറ്റിൽ മീൻ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി അഞ്ചാമത് പറയുന്ന നട്ട്സും സീഡ്സുമാണ്. ബദാം, വാൽനട്ട് പിന്നെ പംകിൻ സീഡ്സ് ഇതിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കണ്ണിന്റെ സെൽസുകളെ ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷൻ ലോസ് ഒക്കെ വൈകിപ്പിക്കാനും പിന്നെ ഡ്രൈനെസ് കുറയ്ക്കാനുമായിട്ടൊക്കെ സഹായിക്കും. ദിവസവും നമുക്ക് ഒരു കൈ നിറയെ അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ആയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ആറാമത് പറയുന്ന സിട്രസ് ഫ്രൂട്ട്സിനെ പറ്റിയാണ്. ഓറഞ്ച് പിന്നെ നാരങ്ങ പിന്നെ മുസാമ്പി പോലുള്ള പഴങ്ങളിൽ വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ കണ്ണിലെ രക്തക്കൊഴലുകളുടെയൊക്കെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ കാറ്ററാക്റ്റിന്റെ ഒക്കെ റിസ്ക് കുറയ്ക്കാനും പിന്നെ കണ്ണിൻ്റെയൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുമായിട്ടൊക്കെ സഹായിക്കും. ദിവസവും ഇതിലേതെങ്കിലും ഒരു പഴം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഏഴാമത് മധുരക്കിഴങ്ങ്. ഇതിൽ വൈറ്റമിൻ എ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റിനെ പോലെ തന്നെ നമ്മളുടെ റെറ്റിനയുടെ ആരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യും. പിന്നെ നമ്മളുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് കുറയ്ക്കാനും പിന്നെ ഐ സർഫസിന്റെ ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനുമായിട്ടൊക്കെ ഇത് സഹായിക്കും. ഇത് നമുക്ക് വേവിച്ച് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് ആവി കയറ്റിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 20-20-20 റൂൾ പാലിക്കുക. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് 20-20-20 റൂൾ എന്ന്. പിന്നെ മതിയായിട്ടുള്ള ഉറക്കം ഉറപ്പാക്കാൻ ശ്രമിക്കുക. പിന്നെ കണ്ണ് നമ്മൾ ഒരുപാടിട്ട് തിരുമരുത്. പിന്നെ മതിയായ അളവിൽ നമ്മൾ ഡെയിലി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാഴ്ചശക്തി കുറയുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന 7 ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തു. ഇതിലേതെങ്കിലും ഭക്ഷണം നിങ്ങൾ പതിവായി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.